നമസ്കാരം. ചന്ദ്രൻ ഭൂമിശാസ്ത്രപരമായി സജീവമല്ലെന്നും അവിടെയുള്ള എല്ലാ മാറ്റങ്ങളും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അവസാനിച്ചതാണെന്നുമുള്ള പരമ്പരാഗതമായ വിശ്വാസങ്ങളെ തിരുത്തി കുറിക്കുന്ന പുതിയ കണ്ടെത്തലുകൾ ശാസ്ത്രലോകത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഭൗമപാളികളുടെ ചലനം മൂലം ഭൂമിയിലുണ്ടാകുന്ന ഭൂകമ്പങ്ങളെ പോലെ തന്നെ ചന്ദ്രനിലും പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും അവയെ മൂൺ ക്വേക്കുകൾ എന്നാണ് വിളിക്കുന്നതെന്നും ഇപ്പോൾ ശാസ്ത്രം സ്ഥിരീകരിക്കുന്നു. ഏകദേശം 5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന അപ്പോളോ ദൗത്യങ്ങളുടെ ഭാഗമായി ചന്ദ്രോപരിതലത്തിൽ സ്ഥാപിച്ച സീസ്മോമീറ്ററുകളാണ് ഈ വിസ്മയകരമായ പ്രതിഭാസത്തെക്കുറിച്ചുള്ള ആദ്യ വിവരങ്ങൾ നൽകുന്നത്. ചന്ദ്രൻ നാം കരുതിയതുപോലെ ഒരു നിശബ്ദമായ ഗോളമല്ലെന്നും അത് ഇപ്പോഴും ഉള്ളിൽ നിന്ന് വിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണെന്നും ഈ ഉപകരണങ്ങൾ ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുത്തു. പ്രധാനമായും 3 രീതിയിലുള്ള ചന്ദ്രകമ്പങ്ങളാണ് ശാസ്ത്രജ്ഞർ വർഗീകരിച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യത്തേത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 700 കിലോമീറ്ററിലധികം ആഴത്തിൽ സംഭവിക്കുന്ന ഡീപ്പ് മൂൺ ക്വേക്കുകളാണ്. ഭൂമിയുടെ ശക്തമായ ഗുരുത്വാകർഷണ ബലം ചന്ദ്രനെ വലിച്ചു നീട്ടുന്നതിലൂടെ ഉണ്ടാകുന്ന വേലിയേറ്റ ഇറക്ക സമ്മർദ്ദങ്ങളാണ് ഇത്തരം പ്രകമ്പനങ്ങൾക്ക് കാരണം. എന്നാൽ ഇവയേക്കാൾ അപകടകാരികളാണ് ഉപരിതലത്തിന് 20 മുതൽ 30 കിലോമീറ്റർ മാത്രം താഴെ സംഭവിക്കുന്ന ഷാലോ മൂൺ ക്വേക്കുകൾ. ചന്ദ്രന്റെ ആന്തരിക ഭാഗം തണുത്തുറയുന്നതിനനുസരിച്ച് അത് ഉള്ളിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 4.5 ബില്യൺ വർഷങ്ങളായി തുടരുന്ന ഈ പ്രക്രിയ ചന്ദ്രന്റെ കടുപ്പമേറിയ പുറംപാളിയിൽ വിള്ളലുകളും ചുളിവുകളും ഉണ്ടാക്കുന്നു. ഈ വിള്ളലുകൾക്കിടയിൽ സംഭവിക്കുന്ന സമ്മർദ്ദമുക്തമാക്കലാണ് ശക്തമായ വിറയലുകൾക്ക് വഴിമാറുന്നത്. മൂന്നാമത്തെ വിഭാഗം ഉൽക്കാപതനങ്ങൾ മൂലമോ അല്ലെങ്കിൽ ചന്ദ്രോപരിതലത്തിലെ താപനിലയിൽ ഉണ്ടാകുന്ന തീവ്രമായ ഏറ്റക്കുറച്ചിലുകൾ മൂലമോ സംഭവിക്കുന്ന ചെറിയ പ്രകമ്പനങ്ങളാണ്. അപ്പോളോ 11, 12, 14, 15, 16 എന്നീ ദൗത്യങ്ങളുടെ ഭാഗമായി സ്ഥാപിച്ച ഉപകരണങ്ങൾ ഏകദേശം 28 ഷാലോ മൂൺ ക്വേക്കുകളാണ് രേഖപ്പെടുത്തിയത്. റിക്ടർ സ്കെയിലിൽ 5.5 വരെ തീവ്രത കാണിച്ച ഈ വിറയലുകൾ 10 മിനിറ്റിലധികം സമയം നീണ്ടുനിന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത. ഭൂമിയിലെ ഭൂകമ്പങ്ങൾ സാധാരണയായി സെക്കൻഡുകൾ മാത്രമാണ് നീണ്ടു നിൽക്കുന്നത് എങ്കിൽ ചന്ദ്രന്റെ വരണ്ടതും കടുപ്പമേറിയതുമായ ഘടന മൂലം ഇവിടെ ഈ വിറയലുകൾ മണി മുഴങ്ങുന്നത് പോലെ ദീർഘനേരം അലയടിച്ചു കൊണ്ടിരിക്കും. ഇത് ഭാവിയിൽ അവിടെ മനുഷ്യൻ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന താമസ സ്ഥലങ്ങൾക്കും ലബോറട്ടറികൾക്കും വലിയ സുരക്ഷാ ഭീഷണിയായി മാറിയേക്കാം. നാസയുടെ ലൂണർ റെക്കഗ്നൈസൻസ് ഓർബിറ്റർ അയച്ച ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ പരിശോധിച്ചപ്പോൾ ചന്ദ്രന്റെ ഉപരിതലത്തിൽ 3500-ലധികം ത്രസ്റ്റ് ഫോൾഡഡ് അഥവാ വലിയ വിള്ളലുകൾ കണ്ടെത്തുകയുണ്ടായി. ചന്ദ്രൻ ചുരുങ്ങുന്നത് മൂലം ഉപരിതലത്തിലെ ഒരു പാളി മറ്റൊരു പാളിയുടെ മുകളിലേക്ക് തള്ളിക്കയറുന്നതിലൂടെ ഉണ്ടായ കുന്നുകൾ പോലെ തോന്നിക്കുന്ന മലയിടുക്കുകളാണിവ. ഈ മലയിടുക്കുകൾക്ക് സമീപം പുതിയ രീതിയിലുള്ള ഉരുൾപൊട്ടലുകളും പാറക്കൂട്ടങ്ങളുടെ സ്ഥാനചലനവും കാണപ്പെടുന്നത് ചന്ദ്രൻ ഭൂമിശാസ്ത്രപരമായി ഇന്നും സജീവമാണ് എന്നതിൻ്റെ തെളിവാണ്. ഈ വിള്ളലുകൾ അധികവും കാണപ്പെടുന്നത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ മേഖലയിലാണ്. നാസയുടെ ആർടെമിസ് 3 ദൗത്യം ലാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതേ മേഖലയാണിത് എന്നത് ശാസ്ത്രജ്ഞരിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. 2025 സെപ്റ്റംബറിൽ ചൈനീസ് ശാസ്ത്രജ്ഞർ പുറത്തുവിട്ട പുതിയ പഠന റിപ്പോർട്ട് ചന്ദ്രനെക്കുറിച്ചുള്ള പുതിയ ചിത്രം നൽകുന്നു. 2009 ശേഷം ചന്ദ്രന്റെ വിവിധ ഭാഗങ്ങളിൽ പുതുതായി രൂപപ്പെട്ട 41 മണ്ണിടിച്ചിലുകൾ അവർ കണ്ടെത്തി. ഇവ ഉൽക്കാപതനങ്ങൾ കൊണ്ടല്ല, മറിച്ച് ചന്ദ്രകമ്പങ്ങൾ കൊണ്ട് തന്നെയാണ് സംഭവിച്ചതെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. ചന്ദ്രൻ ഇപ്പോഴും ഒരു പരിണാമ പ്രക്രിയയിലാണെന്നും അതിൻ്റെ ഉൾഭാഗത്തെ തണുക്കൽ പ്രക്രിയ ഇപ്പോഴും അവസാനിച്ചിട്ടില്ലെന്നും അത് സൂചിപ്പിക്കുന്നു. ചന്ദ്രനിലെ ഈ വിറയലുകളെക്കുറിച്ചുള്ള പഠനം സൗരയൂഥത്തിലെ ഗോളങ്ങൾ എങ്ങനെ രൂപപ്പെട്ടുവെന്നും അവ എങ്ങനെ പരിണമിക്കുന്നുവെന്നും മനസ്സിലാക്കാൻ സഹായിക്കും. വരാനിരിക്കുന്ന ചാന്ദ്ര ദൗത്യങ്ങളിൽ ഇത്തരം സീസ്മിക് പ്രവർത്തനങ്ങൾ നേരിടാൻ കഴിയുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുക എന്നത് ശാസ്ത്രലോകത്തിന് മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.